പ്രിയപ്പെട്ടവരെ, എല്ലുമുറിയെ പണിയെടുത്ത് ഈ പ്രവാസ ഭൂമികയിൽ പല മലയാളികളും വർഷങ്ങളായി കെട്ടി ഉയർത്തിയ പലതും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്നതിന് നേരിട്ട് സാക്ഷികളായ നമ്മൾ ഇന്നിപ്പോൾ മിസ്റ്റർ റഷീദിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ വളരെ കഷ്ടപ്പെട്ടൊരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നു, കമ്പനി ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫാക്ടറികൾ ഉണ്ടാക്കുന്നു, ബ്രാൻഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പേരെടുത്ത് നിൽക്കവേ നമ്മുടെ ഈ സ്വത്ത്, ഈ ബ്രാൻഡ്, ഈ കമ്പനി, അതിൻ്റെ പേര് വേറൊരാൾ കൊണ്ടുപോയിട്ട് അയാളുടെ പേരിൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നാളെ നമ്മോട് വിലപേശാൻ വരുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ അനുഭവത്തിൽ വരുന്ന എത്ര കഥകൾ ഇതുപോലെ. മിസ്റ്റർ റഷീദ് ഇതിൻ്റെ ഒരു എക്സ്പെർട്ടാണ്. ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ, ഈ ഒരു ചൂഷിത വലയത്തിൽ വീണു പോകാതിരിക്കാൻ എങ്ങനെ നമ്മുടെ ബ്രാൻഡുകളെ, നമ്മുടെ ബിസിനസ്സിനെ, നമ്മുടെ അസറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിലൂടെ. മിസ്റ്റർ റഷീദ്, താങ്കൾ വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അനുഭവത്തിൽ നിന്ന് നമ്മുടെ മലയാളികളോട്, നമ്മുടെ പ്രേക്ഷകരോട് ഇക്കാര്യത്തിൽ കൊടുക്കേണ്ട ഒരു ബോധവൽക്കരണം എന്താണ്? തീർച്ചയായും ദുബൈയിൽ ഒരു ഇൻവെസ്റ്റർ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണത് അവരുടെ സിഗ്നേച്ചർ അവിടെ പതിപ്പിക്കണം എന്നുള്ള ബോധ്യത്തിലാണ്. മാത്രമല്ല അവരുടെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് മറ്റുള്ളവർ ഒരുപക്ഷെ ആ ലോഗോ അതല്ലെങ്കിൽ ആ പേര് ഇത് മറ്റുള്ളവർ തട്ടിയെടുക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തുടക്കം മുതലേ വളർത്തിയെടുത്തൊരു സ്ഥാപനം അതല്ലെങ്കിൽ ഒരു ബ്രാൻഡ്, നമ്മുടെ സിഗ്നേച്ചർ, അത് മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് ഇനിയും നമ്മൾ ബോധ്യവാന്മാരായിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ്. 25-30 വർഷമായിട്ട് ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഇവിടെ വളരെ പ്രശസ്തമായ പേര് ഞാൻ പറയുന്നില്ല, 25-30 വർഷമായിട്ട് സജീവമായി നിൽക്കുന്ന ഒരു കഫ്റ്റീരിയ നെറ്റ്വർക്ക് ബ്രാൻഡ് ഈ അടുത്ത കാലത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയി നോക്കുമ്പോഴാണ് അറിയുന്നത് വേറെ ആരോ, എവിടെയോ ഉള്ള ആരോ അത് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ആ പേര് ഇതിൻ്റെ യഥാർത്ഥ ഉടമ സ്വന്തമാക്കാൻ വേണ്ടി അയാൾ ചോദിച്ച മില്യൻസ് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. അതെ. അപ്പോൾ 10 വർഷത്തേക്കാണ് നമ്മൾ മിനിസ്ട്രി ഓഫ് എക്കോണമി നമുക്ക് നമ്മുടെ ട്രേഡ് മാർക്ക് സ്വന്തമാക്കാനുള്ള അവസരം തരുന്നത്. 10 വർഷത്തേക്ക് നമുക്ക് ആ ട്രേഡ് മാർക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇപ്പോൾ അറബ് എക്സ്പ്രസ്സിനെ റെപ്രസെൻ്റ് ചെയ്ത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ട്രേഡ് മാർക്ക് നമ്മൾ ചെയ്തിട്ടാണ് ക്ലയൻറ്റിനോട് നമ്മളത് പറയണതും. ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഓരോ ക്ലയൻറ്റും മിനിസ്ട്രി ഓഫ് എക്കോണമിയിൽ നമ്മളതിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീഡ് ചെയ്യുന്നു. സെർച്ച് ഓപ്ഷൻ മുതൽ അതിൻ്റെ ഫയലിംഗ്, അതുപോലെ ഗസറ്റ് പബ്ലിക്കേഷൻ, ഫൈനൽ സബ്മിഷൻ, രജിസ്ട്രേഷൻ, ഇങ്ങനെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി അതിൻ്റെ സമയത്തിൽ തന്നെ അപ്ഡേറ്റ് ചെയ്ത് മിനിസ്ട്രി ഓഫ് എക്കോണമിയിൽ കൃത്യമായ ഫയലിങ്ങിലൂടെ നമ്മളത് ചെയ്ത് പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ബ്രാൻഡുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമുണ്ട്, നല്ല പേരെടുത്ത് വരികയാണ്. അത് റെസ്റ്റോറൻ്റ് ആവട്ടെ, കഫ്റ്റീരിയ ആവട്ടെ, ഗ്രോസറി, ഹൈപ്പർ മാർക്കറ്റ് ആവട്ടെ, മൊബൈൽ ഷോപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു സ്പൈസസിൻ്റെ ബ്രാൻഡ് ആവട്ടെ, അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ ബ്രാൻഡ് ആവട്ടെ, അങ്ങനെ എല്ലാ പ്രോഡക്റ്റുകളും സർവീസുകളും റീറ്റെയിൽ ഷോപ്പുകളുമൊക്കെ നമ്മൾ നമ്മുടെ പേരിൽ വ്യക്തിപരമായിട്ടാണോ ചെയ്യേണ്ടത്, നമ്മുടെ കമ്പനിയുടെ പേരിലാണോ? അതെ, അതിൽ 2 തരത്തിലും ചെയ്യാം. അപ്പോൾ പേഴ്സണലിയും ചെയ്യാം, നമ്മുടെ കമ്പനിയുടെ ലൈസൻസ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഒരു കമ്പനിയിൽ ഫോർ എക്സാമ്പിൾ ആ കമ്പനി ഓൺ ചെയ്തത് ഒരു സ്പോൺസർ വെച്ചിട്ടാണെങ്കിൽ ഒരു പക്ഷേ ആ ഓണറിനെ പിന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ അയാൾ പ്രയാസപ്പെടും. അങ്ങനത്തെ സാഹചര്യത്തിൽ അയാൾ പേഴ്സണലി ചെയ്യുന്നതാണ് അതിൽ ഏറ്റവും നല്ലത്. അയാളുടെ ഐഡിയും പാസ്പോർട്ടും എല്ലാം വെച്ചിട്ട് പേഴ്സണലി ചെയ്യുമ്പോൾ സെക്യൂർ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണത്. ഗൾഫ് രാജ്യങ്ങളിൽ പലയിടങ്ങളിലും നമുക്കൊരു ലോക്കൽ സ്പോൺസർ ഉണ്ടാവും. അദ്ദേഹം ചിലപ്പോൾ നമ്മുടെ ഒരു സംരക്ഷകൻ, താൽക്കാലികമായിട്ടുള്ളൊരു സ്പോൺസർ മാത്രമായിരിക്കും. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മുടെ അധ്വാനം, നമ്മുടെ വിയർപ്പ്, നമ്മുടെ ചോരയാണ് നമ്മളൊരു ബ്രാൻഡാക്കി അല്ലെങ്കിൽ സ്ഥാപനമാക്കി ഉയർത്തിയത്. അത് നമ്മുടെ പേരിലുള്ള നമ്മുടെ അധ്വാനം മാത്രമായിരിക്കും. അപ്പോൾ സ്പോൺസർ കൂടിയുള്ള ആ കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്താൽ നാളെ 2 പേർക്കുമിടയിൽ ഇപ്പോഴത്തെ ചങ്ങാത്തമൊക്കെ മാറിയിട്ട് ഒരു പ്രശ്നമുണ്ടായാൽ ഇതേ സ്പോൺസർക്കോ, സ്പോൺസറുടെ ബന്ധുക്കൾക്കോ, സ്പോൺസറുടെ അഭാവത്തിൽ പവർ ഓഫ് അറ്റോർണിക്കോ നമ്മോട് ക്ലെയിം ചെയ്യാം. ഞങ്ങളും തുല്യ അവകാശികളല്ലേ, അതുകൊണ്ട് ഈ ബ്രാൻഡിന് ഇപ്പോൾ ഒരു 100 മില്യൺ വിലയുണ്ടെങ്കിൽ 50 മില്യൺ വെച്ചിട്ട് പോകൂ എന്ന് വേണമെങ്കിൽ പറയാം എന്ന കാര്യം സന്ദർഭവശാൽ മനസ്സിലാക്കിയിരിക്കണം. അതല്ലേ പറഞ്ഞതിൻ്റെ കാര്യം? അതെ അതെ അതെ, ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലേ? അതെ, സത്യം. പല രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കാം. അപ്പോൾ എത്ര ദിവസം വേണം ഇത് രജിസ്റ്റർ ചെയ്യാൻ? ഈ പല ആളുകളും ചോദിക്കും, പറയൂ നമുക്കിപ്പോൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ അതൊന്നും ആലോചിച്ചിട്ടില്ല, ലൈസൻസ് തന്നെ എങ്ങനെയെങ്കിലും എടുത്തത്, അതിപ്പോൾ ലക്ഷങ്ങൾ കൊടുക്കണ്ടേ, ഇങ്ങനെയൊക്കെ ചോദിച്ച ആളുകളുണ്ട്, ഇതിനെക്കുറിച്ച് തീരെ അറിയാതെ. അതെ, അതിൻ്റെ ഒരു പ്രൊസീജിയർ ടൈം, ഇനീഷ്യൽ സ്റ്റേജ് കഴിഞ്ഞ് ചില ആളുകൾ ഇത് കഴിഞ്ഞു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. പ്രാക്ടിക്കലി അത് ചെയ്തു വരുമ്പോൾ
4 to 6 months. അതാണ് അതിൻ്റെ മിനിമം അല്ലെങ്കിൽ മാക്സിമം ഡ്യൂറേഷൻ. 4 മാസം അല്ലെങ്കിൽ മാക്സിമം 6 മാസത്തിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് പ്രൊസീജിയർ പൂർത്തിയാക്കപ്പെടും. ഇത് നമ്മുടെ തലയിൽ വരച്ചത് തന്നെയാണോ, നമുക്കിത് കിട്ടുമോ എന്നൊക്കെ അറിയാൻ എത്ര ദിവസം, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ, അതായത് നമ്മൾ ഫസ്റ്റ് സെർച്ച് ഓപ്ഷൻ കഴിഞ്ഞ് ഫയലിംഗ് ചെയ്യുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് സെർച്ച് ഓപ്ഷന് കാശ് കൊടുക്കണോ? പേയ്മെൻറ്റ് ഇല്ലാതെ ചെയ്താൽ എല്ലാം കവർ ആവില്ല. അപ്പോൾ നമ്മളൊരു 475 കൊടുത്തിട്ട് വിത്ത് പേയ്മെൻറ്റ് ചെയ്താൽ എക്സാക്ട്ലി അത് അവൈലബിൾ ആണോ എന്നുള്ളതിൻ്റെ കൃത്യത മനസ്സിലാക്കാൻ കഴിയും. ഇനി അതുപോലെ തന്നെ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ എൻ്റെ ബ്രാൻഡ് എ, അതെ, ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എ അവൈലബിൾ ആണ്, വേറെ ആരും എടുത്തിട്ടില്ല എങ്കിൽ 475 അല്ലെങ്കിൽ 500 താഴെ നമ്മൾ കൊടുത്തിട്ടത് ഉറപ്പ് വരുത്തുന്നു. എന്നിട്ട് ഫയലിംഗ് ചെയ്യുന്നു. അപ്പോൾ ഫയലിംഗിൽ സ്വാഭാവികമായിട്ട് തന്നെ ലീഗൽ വശങ്ങൾ, ടെക്നിക്കൽ വശങ്ങൾ റിവ്യൂ ചെയ്ത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പഠിക്കാനില്ല, നമ്മുടേതായി കഴിഞ്ഞു. ഇതിൻ്റെ ഫോർമാലിറ്റിയുടെ കംപ്ലീഷനാണ്. ഏതായാലും ഇതിന് ലക്ഷങ്ങളൊന്നും ഇല്ലല്ലോ, ആ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കണം. അതെ, നമ്മളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാക്കേജിൽ തന്നെ ക്ലയൻറ്റിന് കൊടുക്കും. ഓക്കെ, തീർച്ചയായും. ഓക്കെ. പിന്നെ ഇത് വ്യക്തിപരമായി ചെയ്യാം, കമ്പനിയുടെ പേരിൽ ചെയ്യാം. കമ്പനിയുടെ പേരിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രമായി നമ്മൾ മാത്രമുള്ളൊരു കമ്പനി ഫോം ചെയ്തുകൂടെ? രണ്ട് തരത്തിലും, അതായത് സ്പോൺസർ എന്നുള്ള രീതിയിലല്ല. അപ്പോൾ ചിലർ കമ്പനി ഫോം ചെയ്യുമ്പോൾ 100% ഓണർഷിപ്പ് ലോക്കലിൻ്റെ പേരിൽ തുടങ്ങിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ബ്രാൻഡ് ചെയ്യേണ്ടത് പേഴ്സണലി ആവും ഏറ്റവും ഉചിതം. അതല്ല LLC പോലെ നമ്മുടെ തന്നെ ഓണർഷിപ്പിൽ നമ്മുടെ കമ്പനി നെയിം, നമ്മുടെ ലോഗോ എന്നാകുമ്പോൾ കമ്പനിയുടെ ഡോക്യുമെൻ്റ് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു സംശയം കൂടി ഞങ്ങൾക്ക് ദുബായ് വാർത്തയ്ക്ക് കിട്ടിയ ഒരു കാര്യം, ഏതായാലും അറബ് എക്സ്പ്രസ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ആധികാരികമായിട്ട് ഇക്കാര്യം പറയുകയും ഒരുപാട് പേർക്ക് ആശ്വാസമായിട്ടുണ്ട്, ഇനിയും ആശ്വാസമാകാൻ പോകുന്നു ഈ വിഷയത്തിൽ. ഗൾഫിൽ എല്ലായിടത്തും കൂടി 6 രാജ്യങ്ങളിൽ കൂടി ഒറ്റ രജിസ്ട്രേഷൻ ഒരു രാജ്യം ചെയ്താൽ മതിയോ? ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. അതോ സെപ്പറേറ്റ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. അല്ല, UAE സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. രജിസ്ട്രേഷൻ UAE ലാണെങ്കിൽ അത് UAE മാത്രം ബാധകമാണ്. ഇപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് നാളെ സൗദി അറേബ്യയിലേക്ക് എനിക്ക് കൊണ്ടുപോകണം, അവിടെ എൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരാൾ വന്നിട്ട് എൻ്റെ രജിസ്റ്റർ ചെയ്ത് എൻ്റെ പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ സൗദിയിലേക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യണം. അതെ അല്ലേ? അത് ഇവിടെ ഇരുന്നും ചെയ്യാം, നിങ്ങൾ ചെയ്തു കൊടുക്കും. ഇന്ത്യക്ക് വേണ്ടിയും ചെയ്യാം, എവിടെയും ചെയ്യാൻ പറ്റും. ലോകത്ത് ഏത് രാജ്യത്തിന് വേണ്ടിയും നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. ഒരു രാജ്യത്ത് മാത്രം പോരാ, ഈ മക്കളെപ്പോലെ അല്ലെങ്കിൽ ഏറ്റവും വാത്സല്യനിധിയായിട്ട് എന്തുണ്ടോ ജീവിതത്തിൽ അതുപോലെ പ്രിയപ്പെട്ടതാണ് ഓരോരുത്തർക്കും അവരുടെ സ്ഥാപനം, ആ പേര്. അതിങ്ങനെ ഉദിച്ചു വന്ന് നിൽക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് നിങ്ങളുടെ പേര് നിങ്ങളറിയാതെ ഞങ്ങൾ പണ്ടേ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് വെച്ചു, അതുകൊണ്ട് ഞങ്ങൾക്കാണ് അവകാശം, നിങ്ങൾ ഈ ഓഫീസ് നിർത്തിപ്പോ, നിങ്ങൾ കട അടയ്ക്കൂ എന്നൊക്കെ പറയുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങനെ വെട്ടിൽ വീഴാതിരിക്കാനും ഇതാലോചിക്കുമ്പോൾ തന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അറബ് എക്സ്പ്രസ് പോലെ അല്ലെങ്കിൽ മിസ്റ്റർ റഷീദിനെ പോലെ എക്സ്പെർട്ടുകളായ ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പറയണം ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണം. വളരെ സിമ്പിളായ പ്രൊസീജിയറിലൂടെ അവരുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെയ്തു തരും. എത്ര നാൾ കൊണ്ട് കിട്ടും കയ്യിൽ പേപ്പർ? 10 വർഷത്തെ ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് 4 മാസത്തിനുള്ളിൽ തന്നെ കിട്ടും. ഓക്കെ, ഏതായാലും ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളവരുണ്ട്. താങ്കളുടെ പേഴ്സണൽ നമ്പർ തുടക്കത്തിലെ ഇതിൽ എഴുതി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചാൽ വേണ്ട മാർഗ്ഗനിർദ്ദേശം കൊടുക്കുക. അല്ലെങ്കിൽ അൽനഹദ സെൻറ്ററിൽ, ദുബായ് കിസൈസിലെ അൽനഹദ സെൻറ്ററിലുള്ള ഈ അറബ് എക്സ്പ്രസ്സിൽ വന്ന് ഇവിടെ ഏത് ജീവനക്കാരെ കണ്ടാലും അവരൊക്കെ അതിൽ എക്സ്പെർട്ടുകളാണ്. മറ്റു പല സർവീസുകളുമുണ്ട്. മിസ്റ്റർ റഷീദ് ഇതിനകത്ത് വളരെ വലിയ അനുഭവ സമ്പത്തുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്.